2 മാസത്തെ സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും ജൂൺ മാസം സ്കൂൾ തുറക്കുകയാണ്. എല്ലാവർക്കും ജൂൺ മാസം എന്ന് പറയുമ്പോൾ സ്കൂളിൽ പോയിരുന്ന ഓർമ്മകളൊക്കെ അയവിറക്കുന്ന ഒരു സമയമാണല്ലേ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് വീണ്ടും സ്കൂളിലെത്തി കൂട്ടുകാരൊക്കെ ആയിട്ട് കൂട്ടുകൂടാനുള്ള ഒരു സന്തോഷവും ഒക്കെയാണ്. കുറേ പേർക്ക് ഇത് ആദ്യമായിട്ട് സ്കൂളിൽ എത്തുന്ന ഒരു സന്തോഷവും കുറച്ച് വിഷമമുള്ള കുട്ടികളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ പല വിധത്തിലുള്ള മുഖഭാവങ്ങളാണ് നമ്മൾ ഓരോ സ്കൂളിലും ഈ ഒരു ദിവസം വരുമ്പോൾ കാണാനായിട്ട് പറ്റുക. ഇന്ന് ഇപ്പോൾ നമ്മളുള്ളത് ഇരിങ്ങാപ്പുറം ALP സ്കൂളിലാണ്. ഇവിടുത്തെ പ്രവേശനോത്സവം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 103 വർഷത്തിന്റെ നിറവിൽ നിൽക്കുകയാണ് ഇരിങ്ങാപ്പുറം ALP സ്കൂൾ. അപ്പോൾ സ്കൂളിലെ പ്രവേശനോത്സവത്തിന്റെ പരിപാടികൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ദിവസത്തെ കാണുന്നത്, ടീച്ചേഴ്സും പാരന്റ്സും എല്ലാവരും ചേർന്ന് കുട്ടികളെ എങ്ങനെയാണ് വരവേൽക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാം അല്ലേ. കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. ഇരിങ്ങാപ്പുറം ALP സ്കൂളിലെ പ്രവേശനോത്സവം നല്ല ഗംഭീരമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടുത്തെ നമ്മുടെ സ്കൂളിൽ ഈ വർഷം ഇവിടെ ചേർന്ന കുട്ടികളും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവരായിട്ടുള്ള കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ജൂൺ മാസം നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഒരു മടിയും കൂടാതെയാണ് എല്ലാവരും വന്നിട്ടുള്ളത്. എല്ലാവരും ഹാപ്പിയാണ്. അവിടെ ഇവിടെ മാത്രം ചെറിയൊരു ഫേസിൽ കുറച്ചൊരു മങ്ങലുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് സ്കൂളിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രവേശനോത്സവം എങ്ങനെ പോകുന്നു, എന്തൊക്കെയാണ് നമ്മുടെ ഇത്തവണത്തെ പ്രവേശനോത്സവത്തിന്റെ ആ ഒരു പരിപാടികൾ എന്നൊക്കെ അറിയാനായിട്ട്, അത് പറയാനായിട്ട് നമ്മുടെ കൂടെ ഹെഡ് മിസ്ട്രസ്സായ മിനി ജോസ് മിസ്സാണുള്ളത്. അപ്പോൾ ടീച്ചർ, നമ്മൾ സ്കൂളിൽ ആ പ്രവേശനോത്സവത്തിനായിട്ട് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ഇന്ന് 103 വർഷം പിന്നിട്ട സ്കൂളാണ്. അപ്പോൾ 2025-26 പുതിയ ബാച്ചിൻ്റെ തുടക്കം ജൂൺ 2-ാം തീയതി തിങ്കളാഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ LKGയിലേക്കും 1ലേക്കുള്ള കുട്ടികളാണ് നവാഗതരായിട്ട് നമ്മുടെ സ്കൂളിൽ ഈ വർഷം ഉള്ളത്. അപ്പോൾ അവരെ നമ്മൾ ഒരു റാലിയായിട്ട് പുറത്ത് കൊണ്ടുപോകും. കാരണം ഞങ്ങളിതേ 2 മാസത്തിന് ശേഷം ഇവിടെ വീണ്ടും വന്നിരിക്കണോ സ്കൂൾ ഉണർത്താനായിട്ട് എന്നറിയിക്കാനായി, നാട്ടുകാരെയൊക്കെ അറിയിക്കാനായിട്ട് കുട്ടികളെയും കൊണ്ട് റാലിയായിട്ട് പോവും. അത് കഴിഞ്ഞാൽ അക്ഷര വെളിച്ചം തെളിയിക്കലാണ്. ചെരാത് ആ എന്ന അക്ഷരത്തിലെ ചെരാതുകൾ കത്തിച്ചിട്ടുണ്ട്. അത് പുതിയ കുട്ടികളെ കൊണ്ട് ഓരോ ദീപം തെളിയിച്ച് ആ എന്ന അക്ഷരം പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് കുട്ടികളെ പൂക്കൾ നൽകി സ്വീകരിക്കും. അവർക്കുള്ള യൂണിഫോമുകൾ, മിഠായികൾ, ക്രയോണുകൾ അതെല്ലാം സജ്ജമായിട്ടുണ്ട്. അങ്ങനെ അവർക്കൊരു വിഷമവും ഇല്ലാതെ കളിച്ച് ചിരിച്ച് ഈ വർഷം ഉഷാറായിട്ട് പോകാനായിട്ട് ഇന്നൊരു പ്രവേശന ഉത്സവമായിട്ട് തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. സ്കൂളുകളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്, സെൽഫി പോയിന്റ് വരച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ സ്കൂള് തയ്യാറായിരിക്കും. ടീച്ചേഴ്സും പാരൻസും എല്ലാവരും ഉണ്ടല്ലേ കുട്ടികളുടെ ഒപ്പം തന്നെ? ചെറിയ കുട്ടികളുടെ കൂടെ നിന്ന് പാരൻസ് വന്നിട്ടുണ്ട്, പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് ഇവർക്ക് ഉച്ചഭക്ഷണം ഉണ്ട്. ഭക്ഷണമൊക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ട് ഇവർ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇത്തവണത്തെ പ്രവേശനോത്സവം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ആകാംക്ഷയോട് കൂടെ ഇരിക്കുകയാണ്. പലരും കഴിഞ്ഞ വർഷം കണ്ട കൂട്ടുകാരെ വീണ്ടും കണ്ടതിന്റെ സന്തോഷത്തിലാണ്. ഇവിടെ സംസാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിനി റാലി നടക്കാനായിട്ട് പോവാണ്, കാണാം. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം.
സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കുമറിവിൻ പൊൻതൂവലിനാൽ സ്വപ്നച്ചിറകുകൾ നെയ്തിടാം ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ. ഇരിങ്ങാപ്പുറം ALP സ്കൂളിന്റെ പ്രവേശനോത്സവം നടക്കുമ്പോൾ ഉദ്ഘാടകനായിട്ട് നമ്മുടെ കൂടെയുള്ളത് വാർഡ് മെമ്പറായ വൈഷ്ണവ് പ്രദീപാണ്. അപ്പോൾ നമ്മള് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു, കുട്ടികളൊക്കെ നല്ല ഉത്സാഹത്തോടു കൂടെ സ്കൂളിൽ വന്നിരിക്കുകയാണ് അല്ലേ. എന്താണ് ഈ ഒരു പ്രവേശനോത്സവത്തിന്റെ ഈ ഒരു ഉദ്ഘാടനം ചെയ്ത് കഴിയുമ്പോൾ പറയാനുള്ളത്? വലിയ സന്തോഷം തന്നെയാണ് ഇന്നത്തെ ദിവസം. കാരണം ഇന്നത്തെ ദിവസത്തിൽ പുതിയ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നു, അവർക്ക് പുതിയ യൂണിഫോം കൊടുക്കുന്നു, അവർക്ക് ആവശ്യമായ പുസ്തകങ്ങൾ, ക്രയോൺസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു, അവരെ വലിയ രീതിയിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. വലിയ സന്തോഷം തന്നെയാണ് ഇന്നത്തെ ദിവസം ആയിട്ട് പറയാനുള്ളത്. ഞാൻ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. എൻ്റെ കുടുംബം മൊത്തം, ഫാമിലി മൊത്തം ഇവിടെ പഠിച്ച എൻ്റെ അച്ഛമ്മ ഇവിടുത്തെ ടീച്ചറായിരുന്നു, കമലാക്ഷി ടീച്ചർ എന്നാണ് പേര്. അപ്പോൾ സ്കൂള് ഓരോ വർഷവും ഓരോ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂള് മേൽഭാഗത്ത് ഷീറ്റായിരുന്നു, അത് മാറ്റി ഓട് പണിത് കുട്ടികൾക്കുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചിട്ട് സ്റ്റോർ റൂമും കിച്ചണും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നെയാണ് സ്കൂളിൽ ടൈലടക്കം വിരിച്ച് നല്ല പുരോഗതിയിലേക്ക് നമ്മുടെ സ്കൂൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ടീച്ചർമാരും മാനേജ്മെൻറ്റും ഒക്കെ നമ്മുടെ നാട്ടുകാരും രക്ഷിതാക്കളും ഇവിടുത്തെ പൊതുപ്രവർത്തകരും മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെ നല്ല വലിയ രീതിയിലുള്ള സഹായമാണ് സ്കൂളിന് നൽകുന്നത്. ഒരു പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നിട്ട് അതേ സ്കൂളിൽ നമ്മൾ പ്രവേശനോത്സവം ഉദ്ഘാടനമായിട്ട് വരുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമായിരിക്കും അല്ലേ? അത് ഒരു ഇരട്ടി സന്തോഷം എന്ന് പറയാം. കാരണം നമ്മൾ പഠിച്ചിരുന്ന സ്കൂളിൽ ഒരു ഉദ്ഘാടകനായിട്ട് വരിക അല്ലെങ്കിൽ ഒരു അതിഥിയായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷം തന്നെയാണ്, അഭിമാനം കൊള്ളുന്നത്. LKG വന്ന 9 ആളും ഈ വർഷം ആദ്യമായിട്ടാണ് അവർ അംഗൻവാടികളിൽ പഠിച്ചു, പ്ലേ സ്കൂളിലൊക്കെ പോയി LKG പഠിക്കാനായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നു. പിന്നെ 1ാം ക്ലാസ്സുകാരും നമ്മുടെ സ്റ്റേറ്റ് സിലബസ് 1 തൊട്ട് തുടങ്ങുന്ന കാരണം 1ാം ക്ലാസ്സുകാരാണ് നവാഗതര്. എല്ലാ സ്കൂളിൽ പറയുമ്പോൾ 1ാം ക്ലാസ്സും 1ാം ക്ലാസ്സാണ് മെയിനായിട്ട് നവാഗതര്. പിന്നെ LKG പുതിയ കുട്ടികളായിട്ട് അവരെ ഈ വർഷം നമ്മുടെ സ്കൂളിലേക്ക് സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് പ്രവേശനോത്സവം എന്നുള്ളത്. ഇന്ന് പഠിപ്പോ കാര്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് പാട്ടും കളി, നിങ്ങളെ കൊണ്ട് ദീപം തെളിപ്പിക്കും, പൂ തരും, മിഠായി തരും, ക്രയോൺ തരും. ഇനി ഇതേ ക്ലബ്ബുകാർ സാൻപുസ്തകങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് നാണയൊക്കെയായിട്ട് നിങ്ങൾക്ക് തരും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ടീച്ചറെ ആദ്യമായിട്ട് ഇന്നത്തെ യോഗത്തിന് നമുക്ക് അധ്യക്ഷനായിട്ട് നമ്മുടെ മദർ PTA പ്രസിഡന്റ് പ്രജിത എത്തിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിനായിട്ട് വാർഡ് മെമ്പർ വൈഷ്ണവ് പ്രദീപ്. അപ്പോൾ വൈഷ്ണവിനെയും പ്രജിതയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതിയ കുട്ടികള്, ഇവിടെ പഠിച്ചിരുന്ന കുട്ടികള്, അധ്യാപകരെ എല്ലാവർക്കും ടീച്ചറെ ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് പ്രജിതയും മദർ PTA പ്രസിഡന്റ് പ്രജിത ദിലീപ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കൾ, സ്കൂളിലെ അധ്യാപകർ, 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും സ്കൂളിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ട്. പുതിയ ബാഗും കുടയും മറ്റു സാധനങ്ങളുമൊക്കെ ആയിട്ട്, പുതിയ പെൻസില്, പുസ്തകങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് പരിപാടിയായിട്ട് റാലി സംഘടിപ്പിച്ചു. ഇനി ദീപം കൊടുക്കുന്ന പരിപാടിയുണ്ട്, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ സ്കൂൾ ഓരോ വർഷവും ഓരോ വികസനങ്ങളാണ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റോറൂമും കിച്ചണും പുതിയതായിട്ട് പണിതിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സ്കൂൾ ടൈലിട്ടത്. അങ്ങനെ ഓരോ വർഷവും ഓരോ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ആദ്യമായി ഇസ്ന ഫാത്തിമ RS അക്ഷരദീപം തെളിയിക്കുന്നു. ശ്രീരാജ് TS, മുഹമ്മദ് സിയാൻ PS,
മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുക എന്ന അക്ഷരം നമ്മൾ ദീപം തെളിയിച്ച് മൊഴിപ്പിച്ചു അല്ലേ? ആ എപ്പോഴും പറഞ്ഞ സൗണ്ട് അല്ലേ? കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. സമത്വമുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. സമത്വമുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. നമുക്കുമറിവിൻ പൊൻതൂവലിനാൽ സ്വപ്നച്ചിറകുകൾ നെയ്തിടാം. ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ. പുതിയ ചരിത്രം വിടരട്ടെ. അപ്പോൾ 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. പ്രവേശനോത്സവം ഇങ്ങനെ നടക്കുമ്പോൾ പാരൻസ് കുറച്ച് പേര് കുട്ടികളുടെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആദ്യത്തെ ദിവസം അവരുടെ കൂട്ടിനായിട്ട് എത്തിയിട്ടുണ്ട്. എന്താ പേര്? ജിനി. ഇവിടെ മോനാണോ മോളാണോ? മോളാണ് പഠിക്കണത്. ഏത് ക്ലാസ്സിലാ? ഇപ്പോൾ ഈ വർഷം LKGയിലേക്ക്. അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരികയാണല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടോ കുട്ടിക്ക്? ഇല്ലില്ല, സന്തോഷമായിട്ട് വരുന്നത്. ഹാപ്പിയാണ്. സ്കൂൾ ലൈഫിലേക്ക് നല്ല സന്തോഷത്തോടു കൂടി കടന്നിരിക്കുകയാണല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ഇന്നിപ്പോൾ സ്കൂളിലേക്ക് പോവുക എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷയോട് കൂടിയിട്ടാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആണെങ്കിലും ഇങ്ങനെ വരണം, സ്കൂളിൽ വരണം എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ട്. പുതിയ ബാഗും ഇതൊക്കെ വാങ്ങിച്ച കാരണം ഭയങ്കര സന്തോഷമായിട്ടിരിക്കണേ. മഴ ഉണ്ടായിരുന്നോ രാവിലെ വരുന്ന സമയത്ത്? ഇല്ലില്ല. പ്രജിത. ഇവിടെ മോനാണോ? മോള് 3ാം ക്ലാസ്സിൽ പഠിക്കും. 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇങ്ങനെ 2 മാസം മുൻപ് ക്ലാസ്സിലെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് പോയിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ മടിയാണോ? ഇല്ലല്ല, സന്തോഷമാണ്. കളിക്കാരുണ്ടായിരുന്നില്ല, അപ്പൊ ഇവിടെ വന്ന് കളിക്കാന്നുള്ള ഒരു സന്തോഷം. അപ്പോൾ ഹാപ്പിയാണ്, കുഴപ്പമില്ല. അങ്ങനെ മൊത്തത്തിൽ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്. പൊതുവെ ഇവിടെ നോക്കുമ്പോൾ നമുക്കത് കാണാനും പറ്റുന്നു. കരഞ്ഞുള്ള കുട്ടികളൊന്നും അധികം ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ സ്കൂൾ തുറക്കുമ്പോൾ കരഞ്ഞ് വരുന്ന കുട്ടികൾ ഒരുപാട് പേരെ കാണാറുണ്ടല്ലോ. ഇവിടെ അങ്ങനെ അധികം കുട്ടികളില്ല. കരച്ചിലിൻ്റെ സൗണ്ടേ ഇല്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് കാണാനുള്ളത്.